വി എന്ന് പറയുമ്പോൾ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഫോർ ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇൻഡിക്കേറ്റേഴ്സ് വരും, സ്റ്റീരിയോ വരും. ഇതിന്റെ മുകളിൽ VX ഉണ്ടാവും, അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. അതിന്റെ അടുത്തൊക്കെ എന്തായാലും ലോണും കിട്ടും. ഇതിന് ഡിക്കി സ്പേസ് ഉള്ളതുകൊണ്ട് ഇനി കുറച്ച് മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ CNG ചെയ്താലും ലഗേജ് വെക്കാനും കൂടി സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട്, ഓൾറെഡി ഡിക്കി സ്പേസ് ഉണ്ട്. 20 രജിസ്ട്രേഷൻ KL 76 കോഴിക്കോട് നന്മണ്ട രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. 19 മോഡലുണ്ട്, 20 രജിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, കിലോമീറ്റർ 60,000 66,000 കിലോമീറ്റർ ഓടിയത് സിംഗിൾ ഓൺഷിപ്പ് പോയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓട്ടോ വെഞ്ചറിലേക്ക് വന്നിരിക്കുകയാണ് വീണ്ടും. ഇപ്രാവശ്യം വയനാടാണ്, അഖിലാണ് നമ്മുടെ കൂടെ. അഖിലെ സ്വാഗതം. താങ്ക് യു. അപ്പോ വയനാട് കൽപ്പറ്റ കൈനാട്ടി അല്ലേ? അതെ, കൽപ്പറ്റ കൈനാട്ടി അമൃത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തൊട്ടടുത്ത് തന്നെ, അതേ കോമ്പൗണ്ടിന്റെ തൊട്ട് കാര്യം തന്നെയാണ് ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത്. കോഴിക്കോട് 2 സ്ഥലത്തുണ്ട്, പാവങ്ങാടും ഉണ്ട്, പിന്നെ സൗത്ത് കോട്ട് പള്ളിയുണ്ട്. അങ്ങനെ 3 ഷോറൂമാണ് മൊത്തത്തിൽ. എവിടുത്തെ, അതായത് ഇവിടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ എവിടുത്തെ വണ്ടികൾ കണ്ടാലും, ഏത് കാറ്റലോഗിലെ വണ്ടികൾ കണ്ടാലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും അല്ലേ? അതെ, കാറ്റലോഗിൽ നമുക്ക് ഇവിടെ കാണിക്കുന്ന ഈ ഷോറൂമിൽ ഒരു 30 വണ്ടികളുള്ള ഷോറൂമിലുണ്ട്. അതല്ലാതെ നമുക്കൊരു 70-75 വണ്ടി നമ്മൾ കോഴിക്കോട് 2 ഷോറൂമിലും കൂടി ഉണ്ട്. 2 ഷോറൂമിലും കൂടി ഉണ്ട്. അപ്പൊ മൊത്തം സ്റ്റോക്ക് നിങ്ങൾക്ക് കാറ്റലോഗ് വണ്ടിന്റെ മുകളിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, കാറ്റലോഗ് കിട്ടും. അപ്പൊ അതാ പറഞ്ഞത്, ഏത് വണ്ടി ആയാലും കുഴപ്പമില്ല, നിങ്ങൾ വിളിച്ച ആ ഷോറൂമിൽ അറേഞ്ച് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മൾ എല്ലാ സെഗ്മെന്റും കാണിക്കണ്ടോ? എല്ലാ സെഗ്മെന്റും കാരണം പല ടൈപ്പ് പ്രേക്ഷകരാണ് നമ്മുടെ വീഡിയോ കാണാൻ. ഓക്കെ, എല്ലാ സെഗ്മെന്റും കാണിക്കണം. നമുക്ക് ബിലോ 1 lakh റേഞ്ചിൽ വരുന്ന കാറുകളും ഉണ്ട്, അല്ലാണ്ട് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും 1 year വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ആവശ്യമുള്ളവർക്ക് എടുക്കാം. അത് അഡീഷണൽ ചെറിയൊരു ചാർജ് വരും. എത്ര കോസ്റ്റ് വരും ഏകദേശം? ഓരോ വണ്ടി ഏകദേശം നമുക്കൊരു 4,500-5,000 രൂപ മുതലാണ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇൻസ്പെക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ എല്ലാ പാർട്സിനും കവർ ഉണ്ടാവും വാറണ്ടി. മേജർ പാർട്സിന്, എഞ്ചിൻ, ഗിയർ ബോക്സ്, AC, ഇലക്ട്രിക്കൽ പാർട്സ്, ECM, BCU അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള പാർട്സിന് മാത്രം. ഓക്കെ, അത് നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ വാറണ്ടി കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ് ആണ്. ഒരു കൊല്ലത്തേക്ക് നമുക്കൊന്ന് പേടിക്കാൻ, ഒരു കൊല്ലം അല്ലെങ്കിൽ 10,000 കിലോമീറ്റേഴ്സ് വരെ ധൈര്യത്തിൽ നമുക്ക് കൊണ്ടടക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. പിന്നെ ഇവര് തരുന്ന വണ്ടികളുടെ ആ ക്വാളിറ്റി എൻഷുർ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇവിടെ നിന്നല്ല, നമ്മൾ ഏത് ഷോറിൽ വന്നാലും അവിടുത്തെ വെഹിക്കിൾസ് ഒരു മിനിമം ക്വാളിറ്റി ഞങ്ങൾ അത് എൻഷുർ ചെയ്യുന്നതാണ്. പർച്ചേസ് എടുക്കുമ്പോൾ ഞങ്ങൾ നോക്കും. അതിനുശേഷമുള്ള റീഫർബിഷ്മെന്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ എല്ലാ വണ്ടികളും എടുത്ത് അതേ കണ്ടീഷനിൽ കൊടുക്കല്ല, ഞങ്ങളത് റീഫർബ് ചെയ്തതിനു ശേഷമാണ് വണ്ടികളൊക്കെ കൊടുക്കുന്നത്. അതായത് ഒരുപാട് എല്ലാ വർക്കും തീർക്കും. എല്ലാ മിക്കവാറും വണ്ടികൾ മെക്കാനിക്കൽ ആണെങ്കിലും ബോഡി വർക്ക് ആണെങ്കിലും ഇതെല്ലാം റീഫർബിഷ്മെന്റ് ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. എന്തുണ്ടെങ്കിലും പറഞ്ഞിട്ട് കൊടുക്കാം. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാ കോൺടാക്ട് നമ്പർ ഇവിടെ ഉണ്ട്, വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഇന്നത്തെ ആദ്യ വാഹനം ഹ്യുണ്ടായ് i20 KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. നല്ലൊരു ഗ്രേ കളർ. റൂഫ് റെയിലൊക്കെ ചെയ്താണല്ലേ? റൂഫ് റെയിലൊക്കെ അഡീഷൻ ചെയ്താണ്, സ്റ്റൈലായിട്ട് എന്തായാലും. അതെ, ഏതാ മോഡല്? ഇത് 2016 മോഡല് മാഗ്ന. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. പിന്നെ AC, പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, അത്രയും ഫീച്ചേഴ്സ് ഇതിന് വരും മാഗ്നയിൽ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സെക്കൻഡ് ഓൺഷിപ്പിലാണ് വണ്ടി ഇപ്പോൾ നിലവിലുള്ളത്. സെക്കൻഡ്. ഇത് ഫോഗ് ലാമ്പ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഫോഗ് ലാമ്പ്. ഓക്കെ, അപ്പൊ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. കിലോമീറ്റർ 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓക്കെ, 52,000 മാത്രം. 2016 മോഡൽ മാഗ്ന, സെക്കൻഡ് ഓണർഷിപ്പ്, i20 പെട്രോൾ. ഒരു 11-14 റേഞ്ച് മൈലേജ് കിട്ടും. അഡീഷണൽ നിങ്ങൾ CNG ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ഇതിപ്പോ എത്ര കൊടുക്കാൻ നമുക്കൊരു നെറ്റ് പ്രൈസ് ആക്കി 4,10,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 4,10,000 നെറ്റാണ്. അതെ, ഓക്കെ. ഫൈനൽ റേറ്റ് 4,10,000 രൂപയ്ക്ക് 2016 മാഗ്ന i20, 52,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. പിന്നെ ഹിസ്റ്ററി ഡീറ്റെയിൽ എല്ലാം അവൈലബിൾ. ഓക്കെ, നിങ്ങൾ ഇൻഷുറൻസ് ഹിസ്റ്ററി എടുക്കാറുണ്ടോ? ഇൻഷുറൻസ് ഹിസ്റ്ററി എടുക്കാറുണ്ട്. ഓക്കെ, അതും കൂടെ നോക്കുക. കാരണം സ്വാഭാവികമാണ്, ഇൻഷുറൻസ് ക്ലെയിം എന്തായാലും ചെറിയ പെയിന്റിങ് കാര്യങ്ങൾ സ്വാഭാവികം. അങ്ങനത്തെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന മേജർ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഡാമേജ്. നേരത്തെ നമ്മൾ സംസാരിച്ച കേസ്, നമ്മളിവിടെ മേജർ സ്ട്രക്ചർ ഡാമേജ് ഉള്ള വണ്ടികളോ കിലോമീറ്റർ റിവേഴ്സ് ഉള്ള വാഹനങ്ങളോ അല്ലെങ്കിൽ ഫ്ലഡ് എഫക്ട് ഉള്ള വാഹനങ്ങളോ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അല്ല സ്ട്രക്ചറൽ ഡാമേജ് നോക്കിയാൽ തന്നെ അറിയാം. എന്നാലും ചിലപ്പോൾ അറിയാത്ത ഭാഗങ്ങളൊക്കെ പുറത്ത് വർക്ക് എടുപ്പിച്ചിട്ട് അറിയാൻ പറ്റും ഇൻഷുറൻസിലാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോ. 4,10 ലോൺ ഒരു 3.5-3.25 വരെ കിട്ടുമോ? ഓൾമോസ്റ്റ് കിട്ടും. വീണ്ടും i20 ആണ്, പക്ഷേ ഇവൻ വയനാട്ടുകാരനാണ്. KL 72 മാനന്തവാടി രജിസ്ട്രേഷൻ അല്ലേ? ഏതാ മോഡൽ ഇത്? ഇത് 2018 മോഡല് സ്പോർട്സ് ആണ്. നേരത്തെ കണ്ടത് മാഗ്ന ആയിരുന്നു, അതും 16 മോഡൽ. ഇത് 18 സ്പോർട്സ് ആണ്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ അഡീഷണൽ ഡിഫോഗറും
വൈപ്പറും മിറർ ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റർ വരും. പിന്നെ ഇത് ഫോഗ് ലാമ്പ് ഇതിനകത്ത് തന്നെ ഇൻബിൽട്ട് വരുന്നുണ്ട്. ഓക്കെ, വൈപ്പർ ഇല്ല, ബാക്ക് വൈപ്പർ ഇല്ല, റിയർ വൈപ്പർ വരുന്നു. റിയർ വൈപ്പർ ഇല്ല, സോറി. ഓക്കെ, ബാക്കി ഓട്ടം 72,000 കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഇത് സെക്കൻഡ് ഓണറാണ്. ഓക്കെ, 72,000. ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. ഒന്നുമില്ല അല്ല. ഓക്കെ, ഒപ്പം ഇതൊരു നീറ്റ് ആൻഡ് ക്ലീൻ i20 ആണ്. സെയിം സാധനം തന്നെ, മൈലേജും കാര്യങ്ങളൊക്കെ സെയിം ആണ്. എത്രയുണ്ട്? നമുക്കൊരു 4,75,000 രൂപയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും. 475. 2018 മോഡല് സ്പോർട്സ് വണ്ടി 475 കൊണ്ടുപോകാം. 72,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന i20. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും നോക്കിയോ. പിന്നെ ലോണൊരു 4.5-4.25 വരെ കിട്ടുമോ? 4,75,000 മാക്സിമം ലോൺ നോക്കാം. എന്തായാലും ഒരു 90% വരെ എന്തായാലും കിട്ടും. ചാൻസ് ഉണ്ട്. ഒരു 4,50,000 അടുത്ത് എന്തായാലും കിട്ടും. മേലോട്ട് നോക്കാം. നിങ്ങളുടെ ട്രാക്ക് കോഡ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചാൻസ്. അടുത്തത് കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയാണ്. ഹോണ്ട എമേസിന്റെ സെക്കൻഡ് ജനറേഷൻ വാഹനം. അതെ. ഇതെവിടെ രജിസ്ട്രേഷൻ? ഇത് 2016 മോഡൽ വണ്ടിയാണ്. എവിടെയാ രജിസ്ട്രേഷൻ ആണ് ചോദിച്ചെങ്കിൽ KL72 ആണ്. 72 മാനന്തവാടി. സോറി 73 ബത്തേരി 73 ഇവിടുത്തെ കാര്യം തന്നെയാണ്. 16 മോഡലാ? 2016 മോഡൽ. 16 മോഡൽ. ഓക്കെ, പിന്നെ 16 ഈ ഷേപ്പ് ഉണ്ട്. 2016 ഷേപ്പ് ഉണ്ട്. ഈ ഷേപ്പ് ആവുന്നല്ല. ഓക്കെ. കിലോമീറ്റർ എത്രയായി? 84,000 കിലോമീറ്റർ ആണ്. പെട്രോള്? പെട്രോൾ വണ്ടി. പെട്രോള് 84,000. എമേസ് ആണ്, ഒന്നും ആവില്ല. സിമ്പിൾ മെയിൻ്റനൻസിൽ കൊണ്ടു നടക്കാം. പെട്രോളും ആണ്, വലിയ മെയിൻ്റനൻസ് പണിയൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ സർവീസ് ഒക്കെ കറക്റ്റ് പോയി? സർവീസ് ഒക്കെ കറക്റ്റ് പോയതാണ്. കമ്പനിന്നാണോ അതോ? കമ്പനി സർവീസ് ഉണ്ട്. കമ്പനി സർവീസ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കാം. ക്ലെയിമോ കാര്യങ്ങളോ? ഇല്ല, റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഒരു അടിപൊളി ക്ലീൻ പീസ് ഹോണ്ട എമേസ് സെക്കൻഡ് ജനറേഷൻ 2016. 82,000 ഉണ്ടല്ലോ പറ. 84,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. മൈലേജ് ഒരു 12-16 റേഞ്ച് വരെയൊക്കെ മൈലേജ് കിട്ടും. എത്ര ഇതിന്റെ പ്രൈസ്? എത്ര? നമുക്കൊരു 3,65,000 രൂപയ്ക്ക് കൊടുക്കാം. 365 അല്ലേ? 16. ഏത് ഓപ്ഷൻ പറഞ്ഞു? എസ്, മിഡിൽ ഓപ്ഷൻ ആണ്. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇത്രയും ഫീച്ചേഴ്സ് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഫുൾ ലോണും കയറും? ഓൾമോസ്റ്റ് നമുക്കൊരു 3.5 ലക്ഷം രൂപേൻ്റെ അടുത്തൊക്കെ എന്തായാലും ലോണും കിട്ടും. ഇതിന് ഡിക്കി സ്പേസ് ഉള്ളതുകൊണ്ട് ഇനി കുറച്ച് മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ CNG ചെയ്താലും ലഗേജ് വെക്കാനും കൂടി സ്ഥലമുണ്ട്. സ്പേസ് ഉണ്ട്, ഓൾറെഡി ഡിക്കി സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും എടുത്തോ. സിമ്പിൾ മെയിൻ്റനൻസ് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു കോമ്പാക്ട് സെഡാൻ. ഹോണ്ട കണ്ട സ്ഥിതിക്ക് ഒരു ടൊയോട്ടയും കൂടെ കാണാം. എറ്റിയോസ് ആണ്, സെഡാൻ കാറ്റഗറി. KL18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വാഹനമാണ്. ഏതാ മോഡൽ ഇത്? ഇത് 2016 മോഡല് V ആണ് വരുന്നത്. V ആണല്ലേ? ഓക്കെ, 16 മോഡൽ V എന്ന് പറയുമ്പോൾ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഡിക്കേറ്റേഴ്സ് വരും, സ്റ്റീരിയോ വരും. ഇതിന്റെ മുകളിൽ VX ഉണ്ടാവും. അതിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ എത്രയായി? 88,000 കിലോമീറ്റർ. പെട്രോളാണ്. V എന്ന് പറഞ്ഞാൽ പെട്രോളാണ്. പിന്നെ 88,000. വലിയൊരു ഓട്ടോ അല്ല, വർഷം സംബന്ധിച്ച്. ഇല്ല, ടൊയോട്ടയാണേ. അതെ, ഹോണ്ടനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. മെക്കാനിക്കൽ സൈഡൊക്കെ പക്ക വണ്ടിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നല്ലൊരു എറ്റിയോസ്. ഇതും CNG കയറ്റിയാൽ നല്ല മൈലേജ് കിട്ടും. പിന്നെ ടാക്സി പർപ്പസ് ഒക്കെ നോക്കുന്നവർക്ക്, ഇപ്പോൾ ഊബറും കാര്യങ്ങളൊക്കെ ഓടാൻ നോക്കുന്നവർക്ക് CNG ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയാവും അല്ലേ? ഓക്കെ, അപ്പോൾ എത്ര ഇതിൻ്റെ പ്രൈസ്? നമുക്കൊരു 3,80,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അത് ഫൈനലാ? 3,80,000. 16 മോഡൽ. 2016 മോഡൽ V ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ്. നിലവിൽ മൈലേജ് ഉണ്ടാവുക ഒരു 11-14 വരെയൊക്കെ മൈലേജ് ഉണ്ടാവുക. ഓക്കെ, അഡീഷണൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മൈലേജ് കിട്ടും. ഒരു 10-60,000 രൂപയ്ക്കൊക്കെ ഒരു നല്ല കിറ്റ് കിട്ടാനുണ്ട്. ഒരു വണ്ടി ഒക്കെ അതാ പറഞ്ഞത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നോക്കാം. ഒരു 3.5 ലക്ഷം വരെ ലോൺ കിട്ടും, അല്ല ഫുൾ ലോൺ വരും? ഏകദേശം ഒരു 3-3.5 ലോൺ എന്തായാലും കിട്ടും. ചാൻസ് ഉണ്ട് അല്ലേ? അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് i10 ഗ്രാൻഡ് ആണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനം. ഗ്രാൻഡിന്റെ ഒരു സ്പെഷ്യൽ കളറാണിത്. ഓറഞ്ച് കളർ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2013 മോഡല് 14 രജിസ്ട്രേഷൻ വരുന്ന ഗ്രാൻഡ് i10 സ്പോർട്സ് ആണ്. അന്ന് പുഷ്പട്ടൻ ഇല്ലേ സ്പോർട്സിൽ? പുഷ്പട്ടൻ ഉണ്ട്. പുഷ്പട്ടൻ വരും, അന്ന് വരുന്നുണ്ട്. പക്ഷേ അതിന് ശേഷമുള്ള സ്പോർട്സിലൊന്നും വരില്ല. 13-14 വരെ പുഷ്പട്ടൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓടി ഉണ്ട്. 1 ലാക്ക്. പെട്രോൾ മാനുവൽ വണ്ടിയാണ്. മൈലേജ് ഒരു 12-15 റേഞ്ച് ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ ക്ലെയിമർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ബോണ്ട് മാറിയിട്ടുണ്ട്, വേറെ ഒന്നും മാറിയിട്ടില്ല. ബോണറ്റ് മാത്രം? അതെ, ബോണ്ട് മാത്രം. വിൻഷീൽഡ് ഒന്നും മാറിയിട്ടൊന്നുമില്ല. വിൻഷീൽഡ്, ഹെഡ്ലൈറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡാമേജസ് ഒന്നും സംഭവിച്ചു. ഓക്കെ, ബോണ്ട് മാത്രം മാറിയിട്ടുണ്ട്. ഇതില് പുഷ്പട്ടറും മിറർ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അലോയ്സ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അലോയ്സും ഡിഫോവറും ബാക്ക് വൈപ്പറും ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന
വാഹനമാണിത്. 13 മോഡൽ 14 രജിസ്ട്രേഷൻ i10 ഗ്രാൻഡ്. ഇത് എത്ര കൊടുക്കാം നമുക്ക്? നമുക്ക് നെറ്റ് പ്രൈസ് ആക്കിയിട്ട് ഒരു 2,55,000 രൂപ കൊടുക്കും. നെറ്റ് റേറ്റ് ആണ്, ഫൈനൽ പ്രൈസ്. 2,55,000 പുഷ്പട്ടടക്കം വരുന്ന ഒരു i10 ഗ്രാൻഡ് നിങ്ങൾക്ക് കൊണ്ടുപോകും. 1 lakh ഓടിയിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, എന്നാലും പറയാണ്, കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയല്ലേ ഇത്? അതെ. അങ്ങനെയാണെങ്കിൽ വലിയ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ സാധാരണ വണ്ടികളൊക്കെ തന്നെ 3 ലക്ഷം 3.5 ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടുന്ന വണ്ടികൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കൺമുന്നിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഫോർഡ് ഫിയസ്റ്റ സെഡാൻ കാറ്റഗറിയാണ്. KL12 വയനാട് വണ്ടി തന്നെ. ഏതാ മോഡൽ ഇത്? ഇത് 2014 മോഡല് ഫിയസ്റ്റ CLXi എന്ന് പറഞ്ഞ മോഡലാണ്. ഡീസലാ? ഡീസൽ അല്ല. ഓക്കെ, മൈലേജ് ഉണ്ടാവും, 18-20 റേഞ്ച് മൈലേജ് കിട്ടും. പിന്നെ ഫോർഡാണ്, സർവീസ് സെന്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സർവീസ് കാര്യങ്ങളും പാർട്സ് ഒക്കെ കിട്ടൂലേ വണ്ടി? അതൊക്കെ കിട്ടും. പാർട്സ് കിട്ടാത്തൊരു പ്രശ്നമില്ല, നമുക്ക് സർവീസ് സെന്റർ ഒക്കെ എപ്പോഴും അവൈലബിൾ ആണ്. നമ്മൾ വേറെയും സൂപ്പർ വീൽസ് ഒക്കെ ഒരുപാട് ഫോർഡിന്റെ വണ്ടി കാണിക്കാറുണ്ട്. ഓക്കെ, ഇതിൽ മേജർ ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഇല്ല, കാര്യമായിട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുമോ? അത് നമ്മൾ ആസിറ്റീസ് കണ്ടീഷനിലാണ് കൊടുക്കുന്നത്. ഇത് കണ്ടീഷനിലാണ്. ഇനി കസ്റ്റമേഴ്സിന് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് റിക്വയർമെന്റ് നോക്കാം. 14 മോഡൽ ഡീസൽ വണ്ടി. കിലോമീറ്റർ എത്ര കാണിക്കുന്നത്? 1,09,000 കിലോമീറ്റർ. ജെന്യൂനാണോ? ജെന്യൂനാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എത്ര ഇപ്പോൾ ചോദ്യം? ഇത് നമ്മളിപ്പം ചോദിക്കുന്ന 1,40,000 രൂപയ്ക്ക് നെറ്റായിട്ട് കൊടുക്കാൻ പറ്റും. 1,45,000 2014 1,09,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഫിയസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ഫോർഡിനെ പറ്റി അറിയുന്നവർക്ക് നല്ല കംഫർട്ടബിൾ, ഓടിക്കാൻ നല്ല സുഖമായിരിക്കും വണ്ടി. നല്ല തണുപ്പുണ്ട്, ഐ സി കാര്യങ്ങളൊക്കെ നല്ല തണുപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ റീപ്ലേസ്മെന്റും ഇല്ല. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. പിന്നെ ബാക്കി ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഓക്കെ. ലോണ് ചാൻസ് കുറവല്ലേ? ഫിനാൻസ് ചാൻസ് കുറവാണ്, പക്ഷെ എന്നാലും ഇവിടെ ലോക്കൽ ആൾക്കാർക്കൊക്കെ അല്ലാതെ രീതിയിലും ചെയ്തു കൊടുക്കും. അടുത്തത് റിനോ ക്വിഡ് ആണ്. KL48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതേതാ മോഡൽ? ഏതാ ഇത്? 2018 മോഡല് 19 രജിസ്ട്രേഷൻ വരുന്ന RXL മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 2 ഡോർ പവർ വിൻഡോ തന്നെ വരുള്ളൂ. ഓക്കെ, പിന്നെ സ്റ്റീരിയോ വരും, ഇൻബിൽഡ് സ്റ്റീരിയോ വരും. 18 മോഡൽ 19 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 1000 cc 1000 cc. മൈലേജ് ഒരു 18-20 റേഞ്ച് തന്നെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. 1000 cc വണ്ടിയാണ്. കുറച്ചും കൂടെ പവറും ഉണ്ടാവും 800-നേക്കാളും. പിന്നെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇതിനിപ്പോ എന്താ വെച്ചാൽ മെയിൻ ക്ലാസ് ഒരു ക്രാക്ക് വന്നിട്ടുണ്ട്. മാറിയിട്ടില്ല. അത് ഞങ്ങളുടെ അടുത്ത് തന്നെ സംഭവിച്ചാണ്. അത് വൈപ്പർ ഇട്ടപ്പോൾ വൈപ്പറിന്റെ ആമ്പ് തട്ടിപ്പോയിട്ട് അങ്ങനെ ഒരു ചെറിയ ക്രാക്ക് വന്നു. ചെറുതല്ല, അപ്പൊ വലിയ ക്രാക്ക് ആയിട്ടത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. അത് അങ്ങനെ തന്നെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ലേ പറയാം? അതെ. ഓക്കെ, അതിപ്പോ അങ്ങനെ തന്നെ ഉണ്ട്. നിങ്ങൾ വന്ന് നോക്കിയ ശേഷം മാറ്റിയാൽ മതി. ഓക്കെ, ഓണർഷിപ്പ് സിംഗിളാ? സിംഗിൾ ഓണർ ഉണ്ട്. ഓക്കെ, എത്രയാ ചോദ്യം? എത്രയാ കിലോമീറ്റർ പറഞ്ഞില്ല നമ്മള്? 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ വിട്ടു, സോറി. 33,000 കിലോമീറ്റർ 2018 മോഡല് 19 രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ ലോ കിലോമീറ്റർ ആണ്. എത്രയാ ചോദ്യം? ഇത് നമുക്ക് നെറ്റായിട്ട് ഒരു 2,50,000 രൂപയ്ക്ക് കൊടുക്കാം. 2.5 ലക്ഷം അല്ലേ? RXL ആണ് മിഡിൽ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിയോ, ഗ്ലാസ് ഇവര് മാറി തരും. ഓക്കെ, ലോൺ ഒരു 2 ലക്ഷം 2 ലക്ഷം രൂപ മേലെ നോക്കാമല്ലോ. വീണ്ടും i10 ഗ്രാൻഡ് ആണ്. ഏതാ മോഡൽ ഇത്? ഇത് 2015 മോഡല് ഗ്രാൻഡ് i10 സ്പോർട്സ്. അതായത് 15ലേക്ക് വരുമ്പോൾ പുഷ്പട്ടനില്ല. അതാണ് കഷ്ടകാലം എന്ന് പറയുന്നത്. 13 വരെ ഉണ്ടായിരുന്നേ, 13-14 ഉണ്ടായിരുന്നു. 15ലേക്ക് വരുമ്പോൾ പുഷ്പട്ടം വരില്ല. പക്ഷേ മിറർ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. മിറർ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. ഫോഗ് ലാമ്പ് വരുന്നുണ്ട് അല്ലേ? ഡിഫോഗർ വരും. ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല. പിന്നെ കിലോമീറ്റർ എത്രയായി? 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 62,000. വലിയ ഓട്ടം പോയിട്ടില്ല. ഏകദേശം എങ്ങനെ കിലോമീറ്റർ ഏകദേശം ജെനുവിനാണോ? കിലോമീറ്റർ ജെനുവിനാണ്. റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ ടച്ചപ്പ് ഒക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യോ? പെയിന്റിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ബമ്പർ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ചെയ്യാനുണ്ട്. എല്ലാം ചെയ്തിട്ടില്ല. ഇപ്പൊ റീഫർബ് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഫിയസ്റ്റ തന്നെ നമ്മൾ ചെയ്യൂലെന്നാ പറഞ്ഞത്. ചില വെഹിക്കിൾസിന് നമുക്ക് ആസിറ്റീസ് കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ എന്തായാലും ചെയ്ത് കൊടുക്കാം. ഓക്കെ, മറ്റേത് മോഡൽ അങ്ങനത്തെ ആയതുകൊണ്ടായിരിക്കും. അതെ, ആസിറ്റീസ് കണ്ടീഷനിൽ കൊടുക്കുന്നത് ഞങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ 15 സ്പോർട്സ് ഓപ്ഷൻ 62,000 കിലോമീറ്റർ ഓടിയ i10 ഗ്രാൻഡ് ആണ് വാഹനം. എത്ര ചോദ്യം? നമുക്ക് ഒരു നെറ്റാക്കിയിട്ട് ഒരു 3,05,000 രൂപ കൊടുക്കാം. 3.5 സ്പോർട്സ് i10 ഗ്രാൻഡ് 2015 മോഡൽ 62,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ക്ലെയിമോ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ക്ലീൻ ആക്കി പെയിന്റ് ചെയ്തേ തരുള്ളൂ. നിങ്ങൾ വീഡിയോ കാണുന്ന കോലത്തിലായിരിക്കില്ല. നീറ്റാക്കി അടിപൊളിയാക്കി തരുള്ളൂ അല്ലേ? ഓക്കെ, ലോണ് ഫുള്ള് കിട്ടോ? മാക്സിമം നോക്കാം. ഓക്കെ, അടുത്തതാ ആൾട്ടോ
കേട്ടനാണ്. കേട്ടൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്റ്റൈലിഷ് വണ്ടിയാണ്. അതെ അതെ. കുറച്ച് വലുപ്പം തോന്നിക്കും. 1000 cc ഉണ്ട്. പിന്നെ ഏതാ മോഡൽ ഇത്? ഇത് 2019 മോഡല് 20 രജിസ്ട്രേഷൻ. 19 മോഡൽ 20 രജിസ്ട്രേഷൻ. KL 76 കോഴിക്കോട് നന്മണ്ട രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. 19 മോഡലുണ്ട്, 20 രജിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ. കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയത്. സിംഗിൾ ഓൺഷിപ്പ് വെഹിക്കിളാണ്. മാനുവൽ ഓട്ടോമാറ്റിക്? മാനുവൽ വാഹനമാണ്. 66,000 കിലോമീറ്റർ അല്ലേ? 19 20 രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പ് വാഹനം. മൈലേജ് 1000 cc ആണ്. ഒരു അതായത് നമ്മുടെ സെലേറിയോ ഒക്കെ ഇല്ല, സെയിം സാധനം വാഗണർ അതൊക്കെ വരുന്നത് ഒരു 14 17 18 വരെയൊക്കെ കിട്ടും അല്ലേ? ഒരു 20ന്റെ ഉള്ളിലൊക്കെ എന്തായാലും കിട്ടുന്നതാണ് അത്യാവശ്യം. എത്ര ഇതിന്റെ ചോദ്യം? ഇപ്പോൾ നമുക്കൊരു 3,40,000 രൂപയ്ക്ക് നെറ്റായിട്ട് കൊടുക്കാം. 3,45-ന് 19 മോഡൽ 20 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന VXI ഇത്. അതെ, VXI ഫുൾ ഓപ്ഷൻ ഈ ഒരു ആൾട്ടോ കേട്ടൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ സിമ്പിൾ മെയിൻ്റനൻസിൽ നല്ലൊരു ചെറിയൊരു കാർ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടി. ലോൺ എത്ര കിട്ടും? ഒരു 3 ലക്ഷം വരെ. 3 ലക്ഷം 3,400 അടുത്തൊക്കെ ലോൺ കിട്ടും. മാരുതി വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ വാല്യൂഷൻ നല്ല വാല്യൂഷൻ കയറുന്നുണ്ട്. നല്ല അത്യാവശ്യം ഫണ്ടിങ് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നോക്കിക്കോ. തൽക്കാലം നമ്മൾ ഇന്നത്തേക്ക് നിർത്തുകയാണ്. വേറെ വാഹനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി എന്തായാലും കൊള്ളിക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് വാഹനങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. കുറേ വാഹനങ്ങളുണ്ട്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റും വാഗണർ, ഓൾട്ടേറ്റർ നമ്മളെടുത്തൊരു 3-4 വെഹിക്കിൾസ് ഉണ്ട്. 2 സ്വിഫ്റ്റ് ഉണ്ട്. എല്ലാം കൂടി നമുക്ക് പറഞ്ഞ കാണിക്കാൻ ടൈമും പോയി. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ മറ്റുള്ള ഷോറൂമിലെ കാറ്റലോഗ് കണ്ടാൽ, മറ്റുള്ള ഷോറൂമിലെ വാഹനങ്ങളായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഇവർ അറേഞ്ച് ചെയ്ത് തരും. തീർച്ചയായിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻസിൽ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഫുട്ബോൾ വിജയ് ആരായിരിക്കും? ഫിഫ വേൾഡ് കപ്പ് തൂക്കുന്നത് ആരായിരിക്കും അല്ലേ? അതെ, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.